കാർത്തികപ്പള്ളിയിലെ അർപ്പണ വിജ്ഞാനവേദി ഗ്രന്ഥാലയം വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വടകരയുടെ മുൻ MP കെ മുരളീധരൻ നിർവഹിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കാർത്തികപ്പള്ളിയിലെ അർപ്പണ വിജ്ഞാനവേദി ഗ്രന്ഥാലയം വായനശാലയുടെ പുതിയ കെട്ടിടം വടകരയുടെ മുൻ MP കെ മുരളീധരൻ നിർവഹിച്ചു. നിറഞ്ഞ പൗരാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. അല്ലെങ്കിൽ വായന മരിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ തന്നെ എനിക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിലായിരുന്നു ചടങ്ങ്. പകുതി ഭാഗം വായന പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കും. ഞാൻ നോക്കിയപ്പോൾ നല്ല ചെറുപ്പക്കാർ കുട്ടികളൊക്കെ വന്ന് പുസ്തകം വാങ്ങുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് പുസ്തകം ചില ഫാഷന് വേണ്ടി വാങ്ങും, പക്ഷേ മലയാള പുസ്തകം കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ വായിക്കാൻ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾ വന്ന് പുസ്തകമൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥ എപ്പോഴും ഇത് നോക്കി ഞെക്കുന്ന ഏർപ്പാട് തുടങ്ങിയതോടെ കുറച്ച് ക്ഷീണം സംഭവിച്ചിരുന്നത് ശരിയാണ്. ഞാനും എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, സാധാരണ ഈ ട്രെയിൻ യാത്രയിലൊക്കെ ഞാൻ കിട്ടുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ, പ്രത്യേകിച്ച് ചരിത്രവും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട്, യാത്രയിലാണ് വായിക്കാറ്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ സംവിധാനം വന്നതോടുകൂടി ഞാനും അത്യാവശ്യം മറ്റേ അന്നത്തെ, ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ TV കാണില്ലേ, അന്നത്തെ വാർത്തകൾ ഓരോ ചാനലുകൾ നോക്കും. പിന്നെ അത് ഒന്നുമില്ലെങ്കിൽ പഴയ കാലത്ത് ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് കണ്ട സിനിമകളൊക്കെ ചിലപ്പോൾ ഇതിൽ കൂടെ കാണും. അപ്പം ട്രെയിൻ യാത്രയിൽ വായനയും ഞാനിപ്പോൾ ഏതാണ്ട് കുറച്ചൊക്കെ മറന്നൊരവസ്ഥയാണ്. അപ്പോൾ അതാണ് എൻ്റെ അനുഭവമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല, മറ്റ് ചെറുപ്പക്കാർ. പക്ഷേ ഞാൻ പറയുന്നു, നമുക്ക് ഇന്നും റെഫർ ചെയ്യാനും മറ്റുമൊക്കെ ഒരു ലൈബ്രറി എന്ന് പറയുന്നത്, ഒരു വായനശാല എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ അതൊരു പ്രദേശത്തിൻ്റെ മുഴുവൻ വിജ്ഞാന കേന്ദ്രമായിട്ട് മാറും. എന്ത് സംശയം ഉണ്ടെങ്കിലും റെഫർ ചെയ്യാവുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായിട്ട് അതിനെ മാറ്റിയെടുക്കുക. അത് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ചുമതലയുണ്ട്. ജനപ്രതിനിധികൾക്കും അവരുടേതായിട്ടുള്ള ചുമതല നിർവഹിക്കണം, മറ്റ് മേഖലയുള്ളവർ നിർവഹിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും അർപ്പണയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചരിത്രവുമായിട്ട് മറ്റൊക്കെ ഒരുപാട് ബന്ധമുള്ള, പ്രത്യേകിച്ച് ശ്രീ തിരുവോത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ നോക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഞങ്ങൾക്കൊക്കെ ഈ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ആവശ്യമില്ലാത്ത ബൊക്കയും കാര്യങ്ങളൊക്കെ തന്നാൽ അതൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടിടും, അവിടെ ഉറുമ്പും കാര്യങ്ങളൊക്കെ വരും, പരിസ്ഥിതിക്ക് മോശമാണ്. ഇവിടെ ഒരു പുസ്തകമാണ് തന്നത്, ശ്രീ തിരുവോത്ത് എഴുതിയ പുസ്തകം. ഞാൻ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും തളർച്ചയും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊരു ചരിത്ര പുസ്തകം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഇന്ത്യ സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായ സംഭവങ്ങളും 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഒറ്റ ഇരുപ്പിൽ ഇവിടെ ഒന്ന് ഓടിച്ചു നോക്കി. അപ്പം അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ വിജ്ഞാന. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും വാഗ്മിയുമായ PK തിരുവോത്തിന്റെ ഫോട്ടോ ലൈബ്രറി ഹാളിൽ ഷാഫി പറമ്പിൽ MP അനാച്ഛാദനം ചെയ്തു. പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികൾക്ക് പുറമെ ഗ്രന്ഥശാല സംഘം ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംസാരിച്ചു. ഗ്രന്ഥശാലയുടെ സ്ഥാപക പ്രസിഡന്റ് ചാലിൽ ബാലകൃഷ്ണക്കുറുപ്പിനെ മുൻ MP കെ മുരളീധരൻ പൊന്നാടയണിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏകാഭിനയത്തിൽ തുടർച്ചയായി 3 വർഷവും A ഗ്രേഡ് നേടിയ ഉത്തര മനോജിന് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK കുഞ്ഞബ്ദുള്ള മാസ്റ്ററും, ജില്ലാതല അക്ഷരോത്സവത്തിൽ പ്രസംഗത്തിൽ 2ാം സ്ഥാനം നേടിയ നിവേദിന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി N ഉദയനും ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ രമ്യത ശ്രീജിത്ത്, KP ശ്രീധരൻ, KP മനോജ് കുമാർ, ദീപ്രാജ് K, പാറക്കൽ രവി, VP ഉമ്മർ ഹാജി, NM ബിജു, PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, TK വാസു മാസ്റ്റർ, KK കുമാരൻ മാസ്റ്റർ, സുരേഷ് ബാബു പാറക്കൽ, KP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച വിവിധ സെഷനുകളിൽ രക്ഷാകർതൃത്വം പുതുകാലത്ത്, കടത്തനാടിന്റെ ഫോക്ക് പാരമ്പര്യം, വായനയുടെ ലോകം, വായന, വിനോദം, വിജ്ഞാനം, അവബോധം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് P ഹരീന്ദ്രനാഥ്, ബാബു AP, ഒഞ്ചിയം പ്രഭാകരൻ മാസ്റ്റർ, രാജൻ ചെറുവാട്ട്, PK രാജൻ മാസ്റ്റർ, KT ദിനേശ്, PK ശശികുമാർ, രാജഗോപാലൻ കൊടകാട്ട് തുടങ്ങിയവർ സംസാരിച്ചു.
ഉദ്ഘാടന സമ്മേളനാനന്തരം സബർമതി തിയേറ്റേഴ്സിന്റെ ഒരു കോഴിക്കോടൻ ഹൽവ എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.